സീറോ അവറിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഇന്നും. ഉയർന്ന അൾട്രാ വയലറ്റ് വികിരണ തോതിനെ തുടർന്ന് ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അക്ഷയ, എന്താണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ കാലാവസ്ഥാ സ്ഥിതിയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന മുന്നറിയിപ്പ്? നിഷാദ്, എന്തായാലും സംസ്ഥാനത്ത് ചൂട് അത് അതിതീവ്രമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമുക്ക് നൽകുന്നൊരു അറിയിപ്പ് എന്ന് പറയുന്നത്. അതായത് 12 ജില്ലകളിൽ, ഇടുക്കി, വയനാട് ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. താപനില പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യത എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ തൊട്ട് താഴെയുള്ളത് കൊല്ലമാണ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. മറ്റ് ജില്ലകളായ പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നുള്ളതാണ് പറയുന്നത്. ഇത് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കൂടുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ്. അതായത് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകിയ സമയത്ത് 4 മുതൽ 5 വരെ ഡിഗ്രി താപനില കൂടും എന്നുള്ളതാണ് അറിയിപ്പ് നൽകിയിരുന്നത്. അതിന്റെ തൊട്ട് താഴെയാണ് ഈ ഒരു താപനിലയുടെ അളവെന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില കൂടുതലായിരിക്കും രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് വളരെ ഉയർന്ന രീതിയിലുള്ള താപനിലയാണ്. അത്തരത്തിൽ വളരെ രീതിയിൽ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. മാത്രമല്ല 5 ജില്ലകളിൽ അൾട്രാ വയലറ്റ് രശ്മികളുടെ തോത് കൂടെ ഉയർന്ന രീതിയിൽ കാണപ്പെടുന്നതായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ 5 ജില്ലകൾ എന്ന് പറയുന്നത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. നമുക്ക് ഇടുക്കി ജില്ലയിലൊക്കെ ഇത്തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം വരും. ഈ മലമ്പ്രദേശമാണെങ്കിൽ പോലും അവിടെ UV രശ്മികൾ, അതായത് സൂര്യനിൽ നിന്ന് പതിക്കുന്ന ശക്തിയേറിയ രശ്മികളെയാണ് നമ്മൾ UV രശ്മികൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികൾ എന്ന് പറയുന്നത്. ഈ രശ്മികളുടെ വികിരണ തോത് ചർമ്മത്തിന് വളരെയധികം ദോഷകരായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കലക്ടർ ടൂറിസ്റ്റുകൾക്കടക്കം മുന്നറിയിപ്പ് നൽകണം, DTPCയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പും ഒക്കെ തന്നെ ടൂറിസ്റ്റുകൾക്കടക്കം നിർദ്ദേശം നൽകണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടെ ഇടുക്കി ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിഷാദ്. അതായത് വളരെ ഉയർന്ന തോതിലുള്ള ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടികളെയും വയോധികരെയും പ്രായമായവരെയും തന്നെ ഇത് കാര്യമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂര്യാതാപം ഏൽക്കുന്നതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതലും കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. വേനലവധിക്കാലമായതുകൊണ്ട് കുട്ടികളെ പുറത്ത് കളിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. പക്ഷെ നമ്മൾ സാധാരണയിൽ നിന്ന് അപ്പുറം പോയിട്ട് നമ്മുടെ കാലാവസ്ഥ കുറച്ചുകൂടി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷയ, നമ്മൾ മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ഉഷ്ണതരംഗ സാധ്യതയുള്ള ഒരു നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് കണക്കുകൾ പറയുന്നുണ്ടോ? നമ്മളിപ്പോൾ കനത്ത ചൂട്, ആ ചൂട് മൂലം ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് കേരളത്തിന് ഒരുപക്ഷെ ഒരു 5 വർഷം മുമ്പൊന്നും പരിചയമില്ലാത്തൊരു സംഗതിയാണ്. നോർത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ഈ ഉഷ്ണതരംഗം പോലുള്ള സംഗതികൾ കേട്ടുള്ളത്. പക്ഷെ കേരളവും ഒരു ഉഷ്ണതരംഗ സാധ്യതയുള്ള ഒരു ഭൂമികയായിട്ട് മാറുന്നു എന്നതിൻ്റെ ഒരു കണക്കാണോ ഈ സമീപ വർഷങ്ങളിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റുക? ഇപ്പം നമ്മൾ 11 മണി മുതൽ 3 മണി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. അതല്ലാതെ എന്തെങ്കിലും അഡീഷണൽ അഡ്വൈസസ്, ഉപദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ഈ ഉഷ്ണതരംഗ സാധ്യതയുമായി ബന്ധപ്പെട്ട് നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്ക് പരിചിതമല്ലാത്ത രീതിയിൽ താപനില ഉയരുന്നതായിട്ട് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിൽ താപനില അലേർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് 4 മുതൽ 5 വരെ, സാധാരണയേക്കാൾ 4 മുതൽ 5 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ 4-ൽ കൂടുതലാവുന്നതിനെയാണ് ഉഷ്ണതരംഗ സാധ്യത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കൂടെ സൂചനയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കഠിനമായ ചൂട് ഒരു 10 വർഷമായി കേരളത്തിൽ അനുഭവപ്പെടുന്നു. ഇതിനു മുന്നേ 2015 ഇത്തരത്തിൽ കഠിനമായിട്ടുള്ള ചൂട് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് നമ്മൾ കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴൊക്കെ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഈ ഒരു 10 വർഷങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെ തന്നെ താപനില ഉയർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് കൂടെ വേണം നമ്മൾ ഈ ഉഷ്ണതരംഗ സാധ്യതയെ പരിശോധിക്കാൻ. അത്തരത്തിൽ ഇനി വരുന്ന വർഷങ്ങളും നമ്മൾ അതിനെ നേരിടേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വസ്തുത. ഇനി 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളരുത് എന്നുള്ളതാണ് ആദ്യം അറിയിച്ചിട്ടുള്ളത്. അതായത് സെൽഫ് ലോക്ക്ഡൌൺ പാലിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്നുള്ളത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന്, അൾട്രാ വയലറ്റ് രശ്മികൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് തന്നെ നമ്മുടെ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ വേനൽക്കാലം എന്ന് പറയുന്നത് സൂര്യന്റെ പ്രകാശം
ഒറ്റയായി തന്നെ നേരിട്ട് പതിക്കുന്ന ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ചും കേരളത്തിലേക്ക് പതിക്കുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ ഈ വെയിൽ കൊള്ളുന്നത് നമുക്ക് ശാരീരികപരമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട്. അതിലൊന്നാണ് സൂര്യാതപം എന്ന് പറയുന്നത്. അല്ലാത്ത രീതിയിലും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് ഇനി ആ സമയത്ത് പുറത്തിറങ്ങേണ്ടി വന്നാൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് സെൽഫ് ലോക്ക്ഡൌൺ എന്നുള്ള ഒരു വാക്കാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. അത്തരത്തിൽ ഇനി പുറത്തിറങ്ങേണ്ടി വന്നാൽ കുട ഉപയോഗിക്കുക, അതുപോലെ തന്നെ കണ്ണിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി സൺഗ്ലാസുകൾ ഉപയോഗിക്കുക, മാത്രമല്ല കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെയാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്. സംസ്ഥാനം കനത്ത ചൂടിനെ അഭിമുഖീകരിക്കുകയാണ്. 2-3 ദിവസം കഴിയുമ്പോൾ സംസ്ഥാനത്ത് വേനൽ ചൂടിന് ആശ്വാസമായി മഴ പെയ്യും എന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസവും നല്ല ചൂടുള്ള ദിവസമാണ് എന്ന് മാത്രമല്ല, ഇന്ന് 1-2-3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല സൂക്ഷ്മത ഉണ്ടാവണം. സംസ്ഥാനത്ത് പലയിടത്തു നിന്നായി സൂര്യാതപമേറ്റതിന്റെയും ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതിന്റെയും വിവരങ്ങളും വാർത്തകളും പുറത്തു വന്നിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ സൂക്ഷിക്കേണ്ട സമയമാണ്. വേനൽ അവധിക്കാലമായിട്ട് കുട്ടികളെല്ലാവരും വീട്ടിലും പുറത്ത് കളിക്കാനൊക്കെ പോകുന്ന സമയം. അതുകൊണ്ട് ആ സൂക്ഷ്മത വേണം. ഇത് മറ്റ് നേരത്തെ അക്ഷയ ചൂണ്ടിക്കാണിച്ച പോലെ 4 ഇടുക്കിയും കോട്ടയവും അടക്കമുള്ള ആലപ്പുഴ അടക്കമുള്ള 4 ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണ തോത് കൂടാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. സോ അതിനകത്തും സവിശേഷമായ ഒരു കരുതൽ ഉണ്ടാവേണ്ടതാണ്.